السلام عليكم أيها الطلاب الكرام، كيف حالكم؟ أظن أنكم في تمام الصحة والعافية. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ലംഹത്തുൻ ഇല ത്വബീഅ, the glimpse to the nature, the glimpse into the nature, പ്രകൃതിയിലേക്കൊരു എത്തിനോട്ടം, അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അഥവാ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മഹത്വം, അതാണ് ഈ പാഠത്തിൽ ചർച്ചാ വിഷയം. ഇതിൽ ഖുർആനിലെ ആയത്തുകളും ചില ഹദീസുകളൊക്കെ കൊടുത്തിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയാണ് ഈ പാഠത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതിൽ നിന്ന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിവരിക്കാനൊക്കെ. അതുപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ടാവാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഗുണപാഠങ്ങൾ നേടിത്തരുന്ന ഒരു പാഠമാണ് ഈ പാഠം. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ലംഹത്തുൻ ഇല ത്വബീഅ, പ്രകൃതിയിലേക്കൊരു എത്തിനോട്ടം. തുടക്കത്തിൽ 2 ചോദ്യങ്ങളാണ്. ഒന്നാം ചോദ്യം, മാഹിയ മവാരിദുൽ മിയാ, മവാരിദുൽ മിയാ, ജലസ്രോതസ്സുകൾ ഏവ, ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ? നമുക്കറിയാം, നഹർ, ബിഹർ, ബിഇർ, നഹർ പുഴ, പിന്നെ ബഹർ കടൽ, ബിഇർ കിണർ, ബിർക്കത്ത് പുഴ. ഇങ്ങനെ നമുക്കൊരുപാട് അറിയാം. നമ്മൾ കാണുന്ന തടാകങ്ങളും കുളങ്ങളും ഒക്കെ ജലസ്രോതസ്സുകളാണ്. അതുപോലെ അടുത്ത ചോദ്യം, കം യൗമൻ യുംകിനുൽ ഇൻസാനി അൻ യഈശ ബിദൂനിൽ മാഹ്, വെള്ളമില്ലാതെ എത്ര ദിവസം മനുഷ്യന് ജീവിക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല, അല്ലേ? വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. ഒരു ദിവസം പോലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. നമ്മൾ റമദാൻ മാസം നോമ്പെടുക്കാറുണ്ടല്ലോ, 12-14 മണിക്കൂർ വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടുന്ന സമയം, അത്ര പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളം അത് അത്യാവശ്യമാണ് എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ലാ യുംകിൻ, സാധ്യമല്ല. ഇനി അടുത്ത ഒരു ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂറത്തുൽ വാഖിയയിലെ ആയത്താണ് 68 മുതൽ 70 വരെയുള്ള ആയത്ത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. صدق الله. നോക്കൂ, ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയാണ്. അഫറഅയ്തുമുൽ മാഅ, അഫറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അൽ മാഅ വെള്ളത്തെക്കുറിച്ച്. എങ്ങനെയുള്ള വെള്ളം? അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വെള്ളം അതെന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, വെള്ളം
അത് H2 ആണ് അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളമെന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രം പറയുന്നു. എന്നാൽ ശരിക്കും ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള രണ്ടെണ്ണം ചേർന്നാൽ ശരിക്കും ഒരു വലിയ സ്ഫോടനമാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അത് വെള്ളമായി തീരുന്നു അല്ലേ? ശുദ്ധമായ വെള്ളം നമ്മുടെ കയ്യിൽ നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം നമ്മളത് കുടിക്കുമെന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ഇതാര് സൃഷ്ടിച്ചു അല്ലേ, ഇത് എങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അൻതും അൻസൽതുമൂഹു, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അൻതും അൻസൽതുമൂഹു, നിങ്ങളാണോ അത് ഇറക്കിയത്? മിനൽ മുസിൻ, മേഘത്തിൽ നിന്ന്. മുസിൻ എന്ന് പറഞ്ഞാൽ മേഘം. അപ്പം മേഘത്തിൽ നിന്ന് അത് നിങ്ങളാണോ താഴെ ഇറക്കിയത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാം ആണോ ഇറക്കിയത് എന്നൊരു ചോദ്യമാണ്. തീർച്ചയായും അതാരാണ് ഇറക്കുന്നത്? അള്ളാഹു ആണ്. ലൗ നശാഉ ജഅൽനാഹു, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അതിനെ ആക്കുമായിരുന്നു ഉജാജൻ, ഉപ്പുവെള്ളമാക്കും, ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല? അതെ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ രുചിയും കളറൊക്കെ ഉടനടി മാറ്റാൻ സാധിക്കും. പക്ഷെ അള്ളാഹു ശുദ്ധമായ വെള്ളമാണ് താഴെ ഇറക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട് അല്ലേ? വെള്ളം കുടിക്കുമ്പോൾ ഒരു ബിസ്മി പോലും ചെല്ലാത്ത ആളുകൾ ഉണ്ടാകും പലപ്പോഴും. നന്ദികേടാണ്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇറക്കി തരുന്ന അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് അതിന് അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ടുന്ന ശുക്ർ. അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. സൂറത്തുൽ വാഖിയയിലെ ആയത്താണ്. ഇനി അടുത്ത് നോക്കൂ, മഫ്ഹൂമുലായ, ഈ ആയത്തിൻ്റെ ആശയം എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടുന്ന കാര്യം എന്താണ്? അതാണ് അള്ളാഹു പറയുന്നത്, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യഹ്സുല്ലാഹു അന്നാസ, അള്ളാഹു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു, മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. അല തഫക്കുർ, ചിന്തിക്കുവാനും, വത്തദബ്ബുർ, ആലോചിക്കുവാനും, അനിൽ മാ, വെള്ളത്തെക്കുറിച്ച്. അതാണ് ഒന്നാമത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അഅലമു ബിനിഅമിഹി, ആ അനുഗ്രഹമാവട്ടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ആ വെള്ളം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ്. ആലം എന്നാൽ ഏറ്റവും മഹത്തായത്. നിഅമിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. വയഖൂലു, അള്ളാഹു പറയുന്നത് എന്താണ് ശരിക്കും? അഫറഅയ്തും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അയ്യുഹന്നാസ്, ഹോ ജനങ്ങളെ, അൽ മാ അല്ലദീ തശ്റബൂനഹു, നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ സഹാബ്, സഹാബിൽ നിന്ന്. സഹാബ് എന്ന് പറഞ്ഞാൽ മുസിൻ, മേഘം. അപ്പം മേഘത്തിൽ നിന്ന് അതിനെ ഇറക്കിയത് നിങ്ങളാണോ? അല്ലദീ ഫൗഖക്കും, അഥവാ നിങ്ങൾക്ക് മുകളിലുള്ള മേഘത്തിൽ നിന്ന് അതിനെ ഇറക്കിയത് നിങ്ങളാണോ? ഇലൽ ഖറാറിൽ അർള്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നു മുൻസിലൂഹു ലക്കും, അതല്ല നാമാണോ അതിനെ നിങ്ങൾക്ക് ഇറക്കി തന്നത്? ലൗ നുരീദു, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅൽനാ ദാലിക അൽ മാഅ, ലജഅൽനാ ദാലിക അൽ മാഅ, ആ വെള്ളത്തെ നാം ആക്കുമായിരുന്നു, ആക്കുക തന്നെ ചെയ്യും നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ. അല്ലദീ അൻസൽനാഹു മിനൽ മുസിൻ, അഥവാ ആ മേഘത്തിൽ നിന്ന് നാം അതിനെ ഇറക്കുമായിരുന്നു. മാലിഹൻ, ഉപ്പ് രുചിയുള്ളതാക്കിയിട്ട്, ഉപ്പ് വെള്ളമാക്കി നാം അതിനെ ഇറക്കുമായിരുന്നു നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഹൈസു ലാ യസ്ലുഹു ലിശ്ശുർബി വസ്സിറാഅ, അങ്ങനെയാണെങ്കിൽ ആ ജലത്തെ നിങ്ങൾക്ക് കുടിക്കാനോ കൃഷി ചെയ്യാനോ അത് യോഗ്യമാവുകയില്ല. അപ്പം നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മേഘങ്ങളിൽ നിന്ന് വർഷിപ്പിച്ച ആ ജലത്തെ
കുടിക്കാനോ കൃഷി ചെയ്യാനോ യോഗ്യമല്ലാത്ത വിധം ഉള്ളതാക്കുമായിരുന്നു എന്ന് അള്ളാഹുവിടെ പറയാണ്. ഇനി ഒരു 2 ചോദ്യം കൂടി നമുക്ക് വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇദാ കാനത്തിൽ മിയാഉ കുല്ലുഹാ ഉജാജൻ മാദാ സയഹ്ദുസു. ഇദാ കാനത്തിൽ മിയാഹു വെള്ളം ആയിരുന്നാൽ, കുല്ലുഹാ ഉജാജൻ വെള്ളം മുഴുവൻ ഉപ്പുള്ളതാണെങ്കിൽ, മാദാ സയഹ്ദുസു എന്ത് സംഭവിക്കും? അല്ലേ? സസ്യങ്ങൾ വളരോ? ഇല്ല. നമുക്ക് കുടിക്കാൻ പറ്റോ? ഇല്ല. നമുക്ക് പാചകം ചെയ്യാൻ പറ്റോ? ഇല്ല. വെള്ളം മുഴുവൻ ഉപ്പുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ അവതാളത്തിലാകും, തീർച്ചയാണ്. അതുപോലെ ഹൽ മിൻ ഇംകാനിൽ ബശർ അൻ യുൻസിൽ മത്വർ, മനുഷ്യന് സാധിക്കുമോ മഴയെ ഇറക്കുവാൻ? മത്വർ എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ ഹൽ മിൻ ഇംകാനിൽ ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പം മനുഷ്യന് സാധിക്കുമോ അൻ യുൻസിൽ മത്വർ, വെള്ളത്തെ ഇറക്കാൻ? സാധിക്കില്ല ഒരിക്കലും, അല്ലേ? മേഘങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കല്ലാതെ മേഘത്തിലേക്ക് എന്തെങ്കിലും എടുത്ത് കുത്തിയിട്ട് താഴോട്ട് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. യാതൊരു വഴിയിലൂടെയും ഒരു തുള്ളി വെള്ളം ഈ ഭൂമിയിലേക്ക് ഇറക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ശക്തി മാത്രമാണുള്ളത്. അള്ളാഹുവാണ് നമുക്ക് മഴ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള സൂറത്തുൽ വാഖിയ. നേരത്തെ നമ്മൾ വായിച്ചത് സൂറത്തുൽ വാഖിയയാണ്. സൂറത്ത് മക്കിയ, അത് മക്കിയായ സൂറത്താണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്താണ്. വഅദദു ആയാതിഹ 96 ആയത്താണ് ആ സൂറത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും.